വെല്ലുവിളികൾ, ആക്രോശങ്ങൾ, അതിന്റെ മറുപടികൾ. ഇതിലൂടെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കടന്നു പോകുന്നത്. ബൂമറയെ 6 സിക്സർ പറത്തും. 2 ഓവറിൽ ഇന്ത്യൻ ബാറ്റിംഗിന്റെ നടുവൊടിക്കും. വെല്ലുവിളികൾ നടത്തിയത് പാകിസ്ഥാനാണ്, പക്ഷേ ഗ്രൗണ്ടിൽ പ്രകടനം നടത്തിയത് ഇന്ത്യൻ പ്ലെയേഴ്സ്. വെല്ലുവിളികളും പ്രസ് കോൺഫറൻസിൽ നടത്തിയ ആക്രോശങ്ങളും മാത്രമായി പാകിസ്ഥാന്റെ പ്രകടനം ഒതുങ്ങി. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ 3 ആഴ്ചയായി പ്രാക്ടീസ് നടത്തിയ പാകിസ്ഥാൻ നാണം കെട്ട തോൽവി തന്നെയാണ് ഏറ്റുവാങ്ങിയത്. പ്രധാന സ്പിന്നർമാരുണ്ടായിട്ടും പാർട്ട് ടൈം ബോളറായ തിലക് വർമ്മയ്ക്കും റിങ്കു സിംഗിനും ബോൾ കൊടുത്തുകൊണ്ട് സൂര്യ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ നിലവാരം എന്താണെന്ന് അവർക്ക് കാട്ടിക്കൊടുത്തു. ആദ്യ പന്തിൽ തന്നെ തിലകിന് വിക്കറ്റും ലഭിച്ചു. 2 ഓവറിൽ ഇന്ത്യൻ ബാറ്റിംഗിന്റെ നടുവൊടിക്കുമെന്ന് പറഞ്ഞ താരിഖ് പാകിസ്ഥാനെ 100 കടത്താൻ ക്രീസിൽ വന്നത് കാലത്തിന്റെ കാവ്യനീതിയായി. ലോക ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് അറിയപ്പെടുന്നത് എന്നും ഫാസ്റ്റ് ബോളർമാരുടെ പേരിൽ തന്നെയായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി സൽമാൻ അലി ആഗ എന്ന പാക് ക്യാപ്റ്റൻ കളി മാറ്റിക്കളിച്ചു. ആദ്യ ഓവർ എറിയാൻ സ്വയം ക്രീസിൽ വരുന്നു. ഇന്നുവരെ ഉത്തരമില്ലാത്ത ചോദ്യമായി തന്നെയാണ് ക്രിക്കറ്റിൽ അഭിഷേക് ശർമ്മ നിലനിന്നത്. പക്ഷേ ഉത്തരമുണ്ടെന്ന മൈൻഡ് സെറ്റിൽ ആഗ അഭിഷേകിന്റെ സ്പിൻ വീക്ക്നെസ് മനസ്സിലാക്കി ബൗൾ ചെയ്തു. പ്ലാൻ വിജയിച്ചു. അഭിഷേക് ആദ്യ ഓവർ തന്നെ പുറത്ത്. മാധ്യമങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റ് നിരൂപകരും കൊട്ടിഘോഷിച്ച അഭിഷേക് ശർമ്മയ്ക്ക് 4 പന്തുകളിൽ നിന്നും 1 റൺസ് പോലും നേടാൻ സാധിച്ചില്ല. പക്ഷേ അത് വലിയ കാര്യമൊന്നുമല്ല. സഞ്ജു 0 പുറത്തായാൽ മാത്രമേ ഇവിടെ പലർക്കും കുഴപ്പങ്ങളുള്ളൂ. ശ്രീലങ്കൻ പിച്ചിൽ പിന്നീട് കണ്ടത് സാധാരണയിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. സ്പിന്നർമാരുടെ പറുദീസയിൽ ഇഷാന്ത് കിഷൻ സ്പിന്നർമാരുടെ അന്തകനാകുന്ന കാഴ്ച. ഇന്ത്യൻ ബാറ്റിംഗിന്റെ നട്ടലായി ഇഷാന്ത് കിഷൻ കത്തിക്കയറിയപ്പോൾ പാക് സ്പിന്നർമാർക്ക് മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അഭിഷേക് ശർമ്മയ്ക്ക് വേണ്ടി ഹോംവർക്ക് ചെയ്തു വന്ന പാകിസ്ഥാന് ഇഷാന്ത് കിഷൻ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. ഇഷാന്ത് കിഷൻ കത്തിക്കയറുമ്പോൾ തപ്പിത്തറയുന്ന തിലക് വർമ്മ വെറും കാഴ്ചക്കാരൻ മാത്രമായിരുന്നു. 9ാമത്തെ ഓവറിൽ 40 പന്തിൽ 77 റൺസുമായി മാസ് ഇന്നിംഗ് കാഴ്ചവെച്ച കിഷൻ പുറത്താകുമ്പോൾ ഇന്ത്യ 88 റൺസിൽ എത്തിയിരുന്നു. 3 മനോഹരമായ സിക്സുകളും 10 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു ഇഷാന്ത് കിഷന്റെ ഇന്നിംഗ്സ്. പിന്നീട് ക്രീസിൽ വന്ന മറ്റ് 7 ബാറ്റ്സ്മാൻമാർക്ക് എല്ലാവർക്കും കൂടി നേടാനായത് വെറും 9 ഫോറുകൾ മാത്രമായിരുന്നു. പോക്കറ്റ് ഡൈനാമോ എന്ന പേര് കിഷൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. ഇഷാന്ത് കിഷൻ പുറത്തായതിനു ശേഷം പിന്നീട് ഇന്ത്യൻ ഇന്നിംഗ്സിൽ ആരാധകരെ ഹരം കൊള്ളിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ ഉണ്ടായില്ല. 25 പന്തിൽ നിന്നും 25 റൺസ് എടുത്ത തിലക് വർമ്മയും 29 പന്തിൽ 32 റൺസ് നേടിയ സൂര്യകുമാർ യാദവും ഇഷാൻ കത്തിക്കയറിയ പിച്ചിൽ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. 17 പന്തിൽ 27 റൺസ് നേടിയ ദുബെ ഇന്ത്യൻ സ്കോർ 175-ലെത്താൻ സഹായിച്ചു. സ്പിന്നർമാരുടെ പറുദീസയിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ആദ്യം ഓവർ നൽകിയത് ആറ്റിറ്റ്യൂഡ് കിങ് ആയ ഹാർദിക് പാണ്ഡ്യയ്ക്കായിരുന്നു. ബൂമറയെ 6 പന്തിൽ 6 സിക്സറുകൾ പറത്തുമെന്ന് വീമ്പ് പറഞ്ഞ ഫർഹാൻ സ്ട്രൈക്കിൽ. 4ാമത്തെ പന്തിൽ റൺസ് ഒന്നും നേടാതെ ആദ്യ വിക്കറ്റിന്റെ രൂപത്തിൽ ഫർഹാൻ ഹാർദിക്കിന്റെ ഇരയായി. ആദ്യ ഓവർ മെയ്ഡൻ. 2ാം ഓവറുമായി എത്തിയ ബൂമറയെ സിക്സർ പറത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ സ്വാഗതം ചെയ്തത്. പക്ഷേ നോവിച്ചത് സിംഹത്തെയാണ്. പകരം ചോദിക്കാതെ പോകാൻ ബൂമറയ്ക്ക് കഴിയില്ലല്ലോ. അങ്ങനെ ഒരു ചരിത്രവും മുൻപുണ്ടായിട്ടുമില്ല. അതെ, ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ പിഴുത് പാകിസ്ഥാന്റെ മുൻനിരയെ അവസാനിപ്പിച്ചിട്ടാണ് ബൂമറ മടങ്ങിയത്. അതായത് 3ാമത്തെ ഓവറിൽ പാകിസ്ഥാന്റെ മിഡിൽ ഓർഡർ ബാറ്റർമാർ ക്രീസിൽ എത്തിക്കഴിഞ്ഞു. പാകിസ്ഥാനിൽ വരെ വിരോധികളെ സമ്പാദിച്ച ബാബറാണ് ക്രീസിൽ. നല്ലൊരു ഇന്നിംഗ്സ് പടുത്തുയർത്തി ഉത്തരം നൽകാനുള്ള അവസരം വീണ്ടും ബാബർക്ക് നഷ്ടമായി. അക്ഷർ പട്ടേലിന്റെ പന്തിൽ ക്ലീൻ ബൗൾ. പിന്നീട് ക്രീസിൽ വന്ന ഉസ്മാൻ ഖാനും ഷബാദ് ഖാനും രക്ഷാപ്രവർത്തനം തുടങ്ങി. ഒരറ്റത്ത് ഷബാദ് വിക്കറ്റ് കാത്തു സൂക്ഷിച്ചപ്പോൾ ഉസ്മാൻ ഖാൻ ആക്രമിച്ച് കളിച്ചുകൊണ്ട് സ്കോർ ഉയർത്തുന്നു. 34 പന്തിൽ 44 റൺസുമായി ഉസ്മാൻ 10ാമത്തെ ഓവറിൽ അക്ഷർ പട്ടേലിന്റെ ഇരയാകുമ്പോൾ പാകിസ്ഥാൻ 10 ഓവറിൽ 73 റൺസ്. വെറുതെ ഒന്ന് കളിച്ചു നോക്കാം എന്നതുപോലെയാണ് പാക് ബാറ്റർമാർ പിന്നീട് ബാറ്റ് ചെയ്തത്. ചടങ്ങ് തീർക്കും പോലെ ഇന്ത്യൻ ബൗളർമാർ പന്തെറിയുകയും ചെയ്തു. റിങ്കു സിംഗ് ഒഴികെ പന്തെടുത്ത എല്ലാവരും വിക്കറ്റുകൾ വീഴ്ത്തി. പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റിന് മുന്നിൽ എവിടെയാണെന്ന് വ്യക്തമായി വിളിച്ചോതുന്ന മത്സരം തന്നെയായിരുന്നു ഇത്. 61 റൺസിന്റെ വലിയ വിജയത്തോടെ ഇന്ത്യ ഒരിക്കൽ കൂടി ക്ലാസ് തെളിയിച്ചു. ഒരു വേൾഡ് ക്ലാസ് ടീമിന്റെ ബോഡി ലാംഗ്വേജും ഫിസിക്കൽ ഫിറ്റ്നസും വിളിച്ചോതുന്നത് തന്നെയായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഗ്രൗണ്ടിലെ പ്രകടനം.